ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പട്ടുപാവാടയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 അളവുകളാണ് വേണ്ടത്. വേസ്റ്റ് റൗണ്ടും ഫാബ്രിക് ലെങ്ത്തും. പ്ലീറ്റ് സൈസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പ്ലീറ്റ്സ് ഇൻടേക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അതിന് നമുക്ക് വേസ്റ്റ് റൗണ്ട് 23ഉം ഫാബ്രിക് ലെങ്ത്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത എമൗണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 116 ഇഞ്ചസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പ്ലീറ്റ് സൈസ് 1.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലീറ്റ്സ് ഇൻടേക്കിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഫാബ്രിക് ലെങ്ത്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്. അതിൽ നമ്പർ ഓഫ് പ്ലീറ്റ് നമുക്ക് കണ്ടെത്തണം. അതിനായിട്ട് വേസ്റ്റ് റൗണ്ടിനെ പ്ലീറ്റ് സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 23 ഡിവൈഡഡ് ബൈ 1.5 ഈക്വൽ ടു 50.3 എന്ന ആൻസർ കിട്ടും. ഇതിനെ മുകളിൽ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പ്ലീറ്റ്സ് ഇൻടേക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പ്ലീറ്റ്സ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ പ്ലീറ്റ്സുകൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഈ ആൻസർ നമ്മളിവിടെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6.07 എന്നാണ് കിട്ടുന്നത്. ഈ 6 ആണ് പ്ലീറ്റ്സ് ഇൻടേക്കായി നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്കിത് മെറ്റീരിയലിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളത് നോക്കാം. താഴ്ഭാഗം കര വരുന്നത് കൊണ്ട് തന്നെ മടക്കി അടിക്കേണ്ടതായിട്ട് വരുന്നില്ല. താഴത്ത് നിന്ന് മുകളിലോട്ട് മെഷർമെൻ്റ് എടുക്കുക. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഉള്ളത്. കറക്റ്റ് അളവാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 23 ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് നമുക്ക് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോകും. അങ്ങനെ ചെയ്യാം. ഇനി രണ്ടറ്റത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം. അത് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് പോകും. നമ്മൾ കാൽക്കുലേഷനിൽ ഫാബ്രിക്കിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്ത ടൈമിൽ ആ 2 ഇഞ്ച് കുറച്ചിട്ടുള്ള ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് അറ്റത്ത് വിട്ടതിന് ശേഷം പ്ലീറ്റ്സിൻ്റെ അളവ് 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 6 ഇഞ്ചാണ് നമുക്ക് പ്ലീറ്റ്സ് ഇൻടേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. 6 ഇഞ്ച് അടയാളപ്പെടുത്തി. വീണ്ടും 1.5, വീണ്ടും 6, അങ്ങനെ കൊടുക്കുക. പ്ലീറ്റ്സിൻ്റെ 1.5 കൊടുക്കുക. ഇൻടേക്ക് 6, പിന്നെ 1.5, പിന്നെ 6, അങ്ങനെ കൊടുത്തു പോവുക. മെറ്റീരിയൽ ഫുള്ളായിട്ട് അങ്ങനെ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. സ്റ്റിച്ചിങ്ങിന് മുമ്പായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതെല്ലാം ഒന്ന് പിൻ ചെയ്ത് പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നേരിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി, പിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ അയൺ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഈ നമ്മൾ പിൻ ചെയ്ത പ്ലീറ്റ്സൊക്കെ ഉൾവശത്തും കറക്റ്റായിട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്ലീറ്റ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ 23 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. ഞാൻ എക്സ്ട്രാ ഒരു 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവശ്യാനുസരണം ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ബാൻഡിൻ്റെ വീതി നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് ആ ഒരു വീതിയിൽ നമുക്കിത് ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത പീസ് നല്ല വശത്തേക്ക് തിരിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്ക് പീസിൻ്റെ അളവിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ച് ഒരു ഇലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്ത് ഒരു പിന്നെന്തെങ്കിലും ഉപയോഗിച്ച് അതിനിടയിലൂടെ കോർത്തെടുക്കുക. കോർത്തെടുത്തത് അഴിഞ്ഞു പോവാതിരിക്കാൻ
രണ്ടറ്റത്തും ഒരു സ്റ്റിച്ച് ഇടുന്നത് നല്ലതാണ്, അതല്ലെങ്കിൽ ഊരി പോകാൻ സാധ്യതയുണ്ട്. ഒരു പെർഫെക്ഷന് വേണ്ടി ഒന്നുകൂടെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പാൻറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യുക, മടക്കി അടിക്കാതിരിക്കുക. ബാക്ക് സൈഡ് ഇലാസ്റ്റിക് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നല്ല വശം അരികു ചേർത്ത് വെച്ച് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗം ഇലാസ്റ്റിക്കിൻ്റെ സൈഡിലേക്ക് മടക്കി 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടുകൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അധികം വരുന്ന പീസെല്ലാം വെട്ടിക്കളയുക. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉൾവശവും നല്ല വശവും നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും. ഇതുപോലെ ഇരുവശവും അടിച്ചെടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെയും പാൻറ്റിൻ്റെയും സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു സൈഡ് മാത്രമല്ലേ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അപ്പോൾ മറ്റേ സൈഡും കൂടി നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കുക. ഇനി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. രണ്ടറ്റത്തും ഓരോ ഇഞ്ച് വീതം നമ്മൾ തയ്യൽ തുമ്പിന് വിട്ടിട്ടുണ്ടായിരുന്നു. അത് 1/2 ഇഞ്ച് വീതം മടക്കി അടിക്കണം. അതല്ലെങ്കിൽ ഈ സിൽക്ക് പോലുള്ള മെറ്റീരിയലിൻ്റെയൊക്കെ നൂലഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനത് പ്ലീറ്റ്സ് എടുക്കുന്ന ടൈമിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ വിട്ടുപോയി. അതുകൊണ്ട് ഈ സൈഡ് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ മടക്കി അടിക്കുകയും കൂടി ചെയ്യാണ്. രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എൻ്റെ ചാനലിൽ ആദ്യത്തെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണിത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.